ഹലോ എവരി വൺ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇതാ ഒരാൾ രാവിലെ തന്നെ നല്ല ഉറക്കിലാണ്. രാവിലെ എല്ലാവരും എണീക്കാൻ സമയമാകുമ്പോഴാണ് എൻ്റെ മോള് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കിടന്നുറങ്ങുന്നത്. അതൊരു തിരിഞ്ഞും മറിഞ്ഞും കിടന്നും എന്നെ ഉറങ്ങാൻ വിടാണ്ട് പാല് കുടിച്ചും അവളിങ്ങനെ സമയം കളയും. ഉച്ചയാകുമ്പോൾ പിന്നെ കുറച്ചധികം സമയം ഉറങ്ങും. അങ്ങനെ ഞാൻ പതുക്കെ ആളെ ഒന്ന് ഉറക്കി കിടത്തി മെല്ലെ താഴേക്ക് വന്നു. കാരണം അവൾ എണീക്കുന്നവരെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഒന്നും നടക്കില്ല. ഞാൻ രാവിലെ തന്നെ പോയി നമ്മുടെ ഡ്രിങ്കൊക്കെ പ്രിപ്പയർ ചെയ്ത് കുടിച്ചു. ഞാനിപ്പം കുറച്ച് ദിവസം എന്താ പറയുക 2-3 ദിവസം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിൽ ഹണി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം മെലിയണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കുടിക്കും. അങ്ങനെ ഇതാ ഒരാൾ എണീച്ച് വന്ന് റെഡിയപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മൾ നേരെ മേലെ പോയിട്ടുള്ള പരിപാടിയിലേക്കാണ് ഇനിയുള്ളത്. നമുക്ക് ദോശയാണ് ചുട്ടു. നമുക്ക് ഇന്ന് ഉഴുന്ന് ദോശയും ചട്നിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് റെഡി ആവണം വേഗം. ഇവളാണെങ്കിൽ ഒരുമാതിരി ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വേഗം ചായ കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. സുന്ദരിനെ കാണിക്കും പ്ലീസ്. സുന്ദരി ചുറ്റു ദോശയും ചായയും കുടിക്കൂലേ പ്ലീസ്. ഉന്നോശിന് ചട്നി ഞാൻ ഉറക്കം തോന്നിച്ചില്ലേ ഒക്കെ തെളിച്ചില്ല. ചിമ്പത്തിന്റെ കഥ നമ്മൾ ഉറങ്ങുമ്പല്ലേ പറയാ. നമുക്ക് ചായ കുടിക്കണം, പോണ്ടേ നമുക്ക്. അച്ഛൻ നമ്മളെ പമ്പു ലേറ്റ് ആയിട്ട്. അങ്ങനെ ഇതാ ഞാൻ ഒരു 2 ഉന്നോശയും അതുപോലെ തന്നെ ചട്നിയൊക്കെ എടുത്തു. ഞാൻ ഷുട്ടുവിനെ എപ്പോഴും ഞാനിത് ഉണ്ടാക്കിയാൽ കഴിപ്പിക്കാൻ നോക്കും. ഇന്നും അതുപോലെ കഴിപ്പിക്കാൻ നോക്കി, പക്ഷേ വൻ ഫ്ലോപ്പായിരുന്നു. ഇത് ചീത്തയാണെന്ന് പറഞ്ഞ് ആൾ കഴിച്ചേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അധികം നിർബന്ധിച്ചില്ല. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് റാഗി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്തേ. അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പുറത്ത് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ട് പോകുമ്പം കാണാം. ഇനിയിപ്പോൾ ഫോണ് ചാർജ് ചെയ്യണം. ചാർജില്ല. ഷുട്ടുവാ കുത്തൊക്കെ ഇടില്ല. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ട് കാണാം. ഷുട്ടു നോക്കട്ടെ, മാറ്റി നിൻ്റെ കൈ. അതിനത് ആ ഒരു തല. അങ്ങനെ ഇത് ഒരുവിധം മൂപ്പറ റെഡിയാക്കി പിടിച്ച് നമ്മൾ 3 കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങുമ്പം. ആ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവും ടൗണിൽ. എന്നാലും പിന്നെ 2-3 സാധനം വാങ്ങിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകാൻ വെച്ചു. കണ്ടിട്ട് വരും. എന്നിട്ട് നമ്മൾ ഷുട്ടുക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് മുഖ്യം ബിഗിലേ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും അതുപോലെ ഷുട്ടുവിന് വാട്ടർമെലൺ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. അവൾ പപ്സ് വാങ്ങിച്ചു. അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു. പകുതിയൊക്കെ കഴിച്ചു. ആൻഡ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചു. എന്താ വരാത്തേ അച്ഛ, എന്താ വരാത്ത നോക്ക് നോക്ക്. ഷുട്ടു ഇതാവൂ നോക്കട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അങ്ങനെ ഞാൻ പോയ സ്ഥിതിക്ക് ജസ്റ്റ് ഒരു 2 ഡ്രസ്സും ഒരു ടവലൊക്കെ എടുത്തു. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഞാൻ വിചാരിച്ച പോലെ സംഭവം ഉണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ നേരെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി. എനിക്ക് എൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ അയക്കാനുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരെ വീട്ടിലെത്തി. ഇത് അവിടുന്ന് ബേബി കെയറിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന പുതിയ കിച്ചൺ സെറ്റാണ്. അത് നല്ലപോലെ കച്ചവടമാക്കിയിട്ടുണ്ട്. ഒരു മുത്തശ്ശിയമ്മ ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയമ്മയ്ക്ക് ഒരു വീട്, ഒരു കുഞ്ഞ് പഴയ വീടാണ്. ആ മുത്തശ്ശിയമ്മേൻ്റെ വീട്ടിൻ്റെ പുറകിൽ ഒരു വലിയ ചക്രമ. ഞാൻ പെട്ടെന്നൊക്കെ ഷുട്ടുവിന് ഫുഡും കൊടുത്ത് നേരെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തി. ഇപ്പം ഞാൻ കുറച്ച് ഫീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ അവൾക്ക് ഞാൻ ഫീഡ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ച് കൊടുത്ത് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉറക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും. നോർമലി ഉറങ്ങുന്നതിനേക്കാളും കുറച്ച് ടൈം എടുക്കും. എന്നാലും കുറച്ചധികം വാശിയൊന്നും പിടിക്കാറില്ല ആൾ. അങ്ങനെ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞതാ എണീച്ച് നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ആളധികം ഉറക്കം തെളിഞ്ഞിച്ചില്ല. ഞാൻ എണീപ്പിച്ച് കൊണ്ടുവന്നതാണ്. കാരണം അധികം ലേറ്റായി ഉറങ്ങിയാൽ പിന്നെ രാത്രി ഉറങ്ങാൻ ഭയങ്കര പണിയായിരിക്കും.
അങ്ങനെ നമ്മളിതാ കല്ലുമ്മക്കായ പൊരിച്ചതും നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 2-3 പ്രോഡക്റ്റ്സൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. 2-3 ദിവസം നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, കുറച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള എന്താ പറയുക മോഡൽസും കാര്യങ്ങളൊക്കെയാണ്, പുതിയ ജ്വല്ലറി സംഭവങ്ങളൊക്കെ വന്നത്. പിന്നെ നമ്മൾ തുണിയൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കാനുണ്ട്. ഷുട്ടിന് തന്നെ ഈവനിങ് ആയതുകൊണ്ട് അന്നൂസ് വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടെ പുതിയ കിച്ചൺ സെറ്റും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലായിടയ്ക്ക് ഞാൻ ഷുട്ടിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കിയതിന് ശേഷം എനിക്കൊന്ന് പോയിട്ട് കുളിക്കണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ്ങിലത്തെ പണി കഴിഞ്ഞു. ഞാൻ രാത്രി അധികം സമയം ഇരിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര മൈഗ്രെയിനും കാര്യങ്ങളാണ്. ഇന്നാണ് കുറച്ചൊന്ന് ബെറ്റർ ആയത്. ഇന്നലെ ഫുൾ ആവിയൊക്കെ പിടിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇനി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിന് അധികം സ്ട്രെയിൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എല്ലാം എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം നേരെ പോയി കുളിക്കണം, ഭക്ഷണം കഴിക്കണം. അത്രയ്ക്ക് ഈവനിങ്ങിലത്തെ പരിപാടി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ പെട്ടെന്ന് എൻ്റെ ക്യുക്കായിട്ടൊരു ഷവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഇന്ന് തല കുളിച്ചിട്ടില്ല, ഇന്നലെ ഞാൻ തല കുളിച്ചിട്ടുണ്ടായ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് താഴെ പോട്ടെ. ഈ രാത്രിക്ക് നമുക്ക് ഉഴുന്ന് ദോശേൻ്റെ കൂട്ടുണ്ട്, അപ്പം ഞാൻ ചെറുതായിട്ട് ഉഴുന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് പരിപാടി. എന്തായാലും ഞാൻ താഴെ പോയിട്ട് കാണാം. പൊന്നോ അതിലിട്ടിട്ട് എടുക്ക്, എല്ലാം നിരത്തിയിട്ടുണ്ടല്ലോ. ചുട്ടുപ്പിയേ റെഡി ആയിപ്പോയേ. അത് ഇന്ന് തന്നെ മൊത്തം കാണാണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം പുറത്തിരുന്നുണ്ട്. രാവിലത്തെ ദോശ ബാറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും അമ്മയും നമ്മൾ ഉഴുന്ന് ദോശ തന്നെ ഉണ്ടാക്കി. ചട്നിയും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ടി വിയും കണ്ട് ഇങ്ങനെ കഴിക്കായിരുന്നു ഞാൻ. ഇന്ന് നമുക്ക് പ്രിയം സിനിമയുണ്ടായിരുന്നു ടി വിയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരാൾ ഡാൻസ് കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇനി പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ കുറേ നേരം ഇരിക്കും, ടി വി സിനിമ കാണും, ഇവൾ കളിക്കുന്നത് നോക്കിയിരിക്കും, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ ഇത് പുതിയ കീബോർഡ് കിട്ടിയതിൻ്റെ ഒരു വായനാ പഠനത്തിലാണുള്ളത്. എല്ലാവരും അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.